ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഏതുവരെ എത്തി നിങ്ങളുടെ ഈസ്റ്റർ ആഘോഷമൊക്കെ? അങ്ങനെ ഞങ്ങൾ ഈസ്റ്റർ എഗ്ഗൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയത് വൈറ്റ് സിമെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഈ ബലൂണിലിട്ട് വെച്ചിട്ടുള്ള എഗ്ഗിനൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കിട്ടി. ഞങ്ങൾ കുറച്ചുകൂടി വലിയ എഗ്ഗൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതിനെ കുറച്ചുകൂടി വലിയ ബലൂൺ വേണമായിരുന്നു എന്നാണ് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ എഗ്ഗിൻ്റെ ചെറിയൊരു പാളിച്ച വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏണസ്റ്റ് അത് ഉണങ്ങാനായിട്ട് മുമ്പ് ഒന്ന് പിടിച്ച് അമർത്തി അതിൻ്റെ ഷേപ്പിന് ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ചില എഗ്ഗിന് ഈ എഗ്ഗിനൊന്നും വലിയ കുഴപ്പം വന്നിട്ടില്ല, നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വേറൊരു പരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഹാഫായിട്ട് നമ്മൾ പൊട്ടിക്കില്ലേ, അങ്ങനെ പൊട്ടിച്ചതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മൾ വൈറ്റ് സിമെൻറ്റ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളത് തട്ടിപ്പൊട്ടിച്ചെടുത്തത്. തട്ടിപ്പൊട്ടിച്ചെടുത്തപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ കണ്ട കുറച്ച് ചെറിയ ചെറിയ പൊത്തും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കുള്ള മുട്ട പുഴുങ്ങുമ്പോൾ മുഴുവൻ വെന്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ചൂടോടെ അപ്പം തന്നെ നമ്മൾ തോല് പൊളിക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ തോല് ഒട്ടിപ്പിടിച്ച് കുറേ ഓട്ടകളൊക്കെ കാണില്ലേ, ആ ഒരു പരിവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ട, ഈ ബലൂണ് നമ്മളെ ഏണസ്റ്റ് പിടിച്ച് ഞെക്കിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഷേപ്പിന് ചെറുതായിട്ട് മാറ്റം വന്നു. എന്നിരുന്നാലും നമ്മൾ ഈ മുട്ട വെച്ചിട്ട് ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.